ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടെ എഴുകുമ്പേൽ ടീമിന്റെ നേതൃത്വത്തിൽ 39ാമത് ബ്ലാക്ക് ബെൽറ്റ് വിതരണവും ഗ്രേഡിംഗ് ടെസ്റ്റും നാമകരണ ചടങ്ങും നടത്തി. ഹാൻഷി ജെ.എസ്. ജേക്കബ് ദേവകുമാർ ടെസ്റ്റിന്റെ മുഖ്യ പരിശോധകനായിരുന്നു. കഴിഞ്ഞ 39 വർഷങ്ങളായി ആയോധനകലയായ കരാട്ടെ പരിശീലിപ്പിച്ചു വരുന്ന ഷിറ്റോ റിയു കരാട്ടെ സ്കൂൾ ഓഫ് എഴുകുമ്പേലിന്റെ നേതൃത്വത്തിലാണ് ബെൽറ്റ് വിതരണവും ഗ്രേഡിംഗ് ടെസ്റ്റും ഉയർന്ന ഡിഗ്രി കരസ്ഥമാക്കിയവർക്കുള്ള നാമകരണ ചടങ്ങ് നടത്തിയത്. പുഷ്പഗിരി ഡീപോൾ ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് 10 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന കരാട്ടെ ടെസ്റ്റുകൾക്ക് ഹാൻഷി ജെ.എസ്. ജേക്കബ് ദേവകുമാർ മുഖ്യപരിശോധകനായി. ഷിഹാൻ മാത്യു, സുരേഷ് പള്ളിയാടി എന്നിവർക്ക് ഹാൻഷി ജേക്കബ് ദേവകുമാർ യഥാക്രമം 7th ഡാൻ, 6th ഡാൻ എന്നിവ സമ്മാനിച്ചു. തുടർന്ന് നടന്ന അനുമോദന യോഗം ഡീപോൾ ഇന്റർനാഷണൽ സ്കൂൾ ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോസ് ഐക്കര ഉദ്ഘാടനം ചെയ്തു. ഇതൊരു നല്ല കോൺവൊക്കേഷൻ, വളരെ നാളത്തെ പരിശ്രമത്തിനും കാത്തിരിപ്പിനും ശേഷം കിട്ടിയ ഒരു വലിയ സമ്മാനം, ബ്ലാക്ക് ബെൽറ്റ്. ഞാൻ ഓർത്തു പോവുകയത് എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു ബെൽറ്റ് മാത്രം ലെതർ ബെൽറ്റ് ആയിരുന്നു. ഇന്നിപ്പോൾ ആ ലെതർ ബെൽറ്റ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അതിനേക്കാൾ കവിഞ്ഞ ബ്ലാക്ക് ബെൽറ്റ് ഉണ്ട്. ഈ ബ്ലാക്ക് ബെൽറ്റ് ഇത് ഒരു അക്കാഡമിക് കോൺവൊക്കേഷൻ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ ഇത് നിങ്ങളെ വളരെ ദൂരം സുരക്ഷിതമായിട്ട് നിങ്ങളെ കൊണ്ടുപോകും. ഇതൊരു സുരക്ഷിതത്തിൻ്റെ ഭാഗം കൂടിയാണ്. നിങ്ങൾ തന്നെ സംരക്ഷിച്ചില്ല എങ്കിൽ നിങ്ങളെ സംരക്ഷിക്കാൻ മറ്റാരും വരില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സുരക്ഷിതരാകണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ സഹായം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. യോഗത്തിൽ കരാട്ടെ പഠിക്കുന്ന കുട്ടികളിൽ ഈ വർഷം പഠനത്തിന് ഫുൾ A+ വാങ്ങിയ കുട്ടികളെ മൊമെന്റോ നൽകി ആദരിച്ചു. ഒരേ വേദിയിൽ അച്ഛനും മകളും കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയെന്ന പ്രത്യേകതയുമുണ്ടായി. ബാബു സെബാസ്റ്റ്യൻ, മകൾ മഗ്നോലിയ ബാബൂസ് എന്നിവരാണ് ഈ നേട്ടം കൈവരിച്ചത്. ഈ കുടുംബത്തിലെ മൂത്ത മകൾ ബസൂലിയ ബാബൂസ് 2 വർഷം മുമ്പ് ബ്ലാക്ക് ബെൽറ്റ് നേടിയിരുന്നു. ഇതെൻ്റെ മകള് മാഗ്നോലിയ ബാബൂസ്, ഞാൻ ബാബു സെബാസ്റ്റ്യൻ. ഇങ്ങനെ ഒരു അസുലഭ സന്ദർഭം ഉണ്ടായതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിൻ്റെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അതിനുള്ളൊരു പ്രചോദനം നൽകിയത് എഴുമേൽ കരാട്ടെ ടീമിൻ്റെ സെൻസായി മാത്യു ജോസഫാണ്. അതുപോലെ ചേർന്ന് വന്ന പലരും സെൻസായിമാരും സംഭായിമാരും വളരെ ഇതായിട്ട് വരുന്നു. ഞാൻ 25 വർഷം മുമ്പ് ബ്രൗൺ ബെൽറ്റ് എടുത്തതാണ്. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വന്നത്. ഞാൻ കളരിയും സെൽഫ് ഡിഫെൻസും യോഗയും ഒക്കെ കട്ടപ്പന ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവളും ഇപ്പോൾ ആ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് തുടർന്ന് മുന്നോട്ട് ഡാൻ എടുത്തു പോകണമെന്നുള്ളതാണ് താല്പര്യം ഇരിക്കുന്നത്. എഴുകുമ്പേൽ കരാട്ടെ ടീമിന്റെ നേതൃത്വത്തിൽ ഇടുക്കിയിലെ വിവിധ സ്ഥലങ്ങളിൽ 1000-ൽ പരം കുട്ടികൾക്ക് കരാട്ടെ അഭ്യസിച്ചു വരുന്നു.